ഹായ് സ്റ്റുഡൻസ്, അക്കൗണ്ട്സ് ഡോക്ടറുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പറഞ്ഞു, പാർട്ട് 1-നകത്തുണ്ട്, അത് കാണണം. എന്നിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് എത്താൻ. നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ സെക്ഷൻ, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മളിങ്ങനെ വരച്ചു വരുന്നു. ആദ്യം നമ്മൾ എ എഴുതി, എന്തായിരുന്നു? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, അത് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ ബി പാർട്ടാണ് എഴുതുക, അത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി? ഫിക്സഡ് അസറ്റും നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനുമാണ് നമ്മൾ ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് കാണിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റിന്റെ അല്ലെങ്കിൽ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇൻഫ്ലോസും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഔട്ട്ഫ്ലോസും. എങ്ങനെയാണ് അസറ്റിന്റെ പേരിൽ ഇൻഫ്ലോസ് ഔട്ട്ഫ്ലോസ് ഉണ്ടാകുക? ഇപ്പൊ നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, ഇപ്പം ബോട്ട് എ ഫർണിച്ചർ. നോർമലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എഴുതാറുള്ളത് ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു അസറ്റ് വന്നു എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, പകരം നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് കൊടുത്തു. അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇവിടെ വരിക. എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ, അതൊരു കോമൺ റൂൾ ആണ്, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായി? ക്യാഷ് ഔട്ട്ഫ്ലോ ആയി. അതേപോലെ തന്നെ അസറ്റ് ഡിക്രീസ് ആയി. ഇപ്പൊ നമ്മുടെ ഒരു അസറ്റ് ഒരു 1 lakhs അസറ്റ് ഇരിപ്പുണ്ട്, അതിൽ നമ്മൾ ഒരു 20,000 അസറ്റ് നമ്മൾ വിറ്റു. അപ്പൊ ക്യാഷ് എന്ത് ചെയ്തു? ക്യാഷ് നമുക്ക് വന്നു, അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ എന്തായി? ക്യാഷ് ഇൻഫ്ലോ ആവും. അപ്പൊ ഇവിടെ ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കോമൺ റൂൾ ഓർത്താൽ മതി. ഇൻക്രീസ് ഇൻ അസറ്റ് ആകുമ്പോഴത്തേക്ക് എന്താ? ഇൻക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോയും, ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ എന്തായി? ക്യാഷ് ഇൻഫ്ലോയും ആകും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട കേസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ രണ്ട് രീതി വരെ, അതായത് നമുക്ക് ബാലൻസ് ഷീറ്റാണ് തരിക. ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അസറ്റിന്റെ വാല്യൂസ് തരുന്നതിലുണ്ടല്ലോ, ഇപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലെയും ക്ലോസിംഗ് ഡേറ്റിലെയും വാല്യൂസ് നമുക്ക് തരിക. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഫറൻസ്, അപ്പൊ ഇൻക്രീസും വരാം, ഡിക്രീസും വരാം. നോർമലി ബാലൻസ് ഷീറ്റിൽ മാത്രമേ ഐറ്റംസ് തന്നിട്ടുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ്, ബാലൻസ് ഷീറ്റിന്റെ പുറത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തരുന്നില്ല എങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബാലൻസ് ഷീറ്റ് ആണെന്ന് കരുതുക. ബാലൻസ് ഷീറ്റിന്റെ അസറ്റിന്റെ പാർട്ട് മാത്രമാണ് ഞാനിപ്പം വരയ്ക്കുന്നത്. അസറ്റിന്റെ അവിടെ ഇപ്പോ നോൺ കറണ്ട് അസറ്റ് എന്ന് ഹെഡിങ് വന്നു. ഫിക്സഡ് അസറ്റ് എന്നും പറഞ്ഞിട്ട് ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു 5 lakhs ക്ലോസിംഗ് ഡേറ്റിൽ ഒരു 8 lakhs തന്നെന്ന് കരുതുക. ഓക്കെ, വേറെ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ 5 lakhs 8 lakhs തമ്മിലുള്ള ഡിഫറൻസ് 3 lakhs. അപ്പൊ 3 lakhs rupeesന്റെ അസറ്റ് നമുക്ക് എന്ത് ചെയ്തു? ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോ, ഇത് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റും ഇത് കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റും. അപ്പൊ പ്രീവിയസ് ഇയർ 5 lakhs ഉണ്ടായിരുന്ന അസറ്റ് ഇപ്പോഴെന്തായി? 8 lakhs ആയെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ എന്തായി? 3 ലക്ഷം രൂപയുടെ അസറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്തായി? ക്യാഷ് നമ്മൾ കൊടുത്തു, ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പൊ ഇവിടെ 3 lakhs rupees നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് എഴുതാം. അതായത് ഇൻക്രീസ് ഇൻ അസറ്റ് എന്ന് പറഞ്ഞിട്ട് 3 lakhs rupees നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് പരിഗണിക്കാം. ഇനി വേറെ അസറ്റ്, ഇപ്പൊ ബാലൻസ് ഷീറ്റിനകത്ത് തന്നെ അസറ്റിന്റെ പേര് പറയുകയല്ല ചെയ്യാൻ, നോട്ടിനകത്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് ഇതിനകത്ത് തന്നെ പറയാം. ഇപ്പൊ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, രണ്ടാമത്തെ ഒരു ഫിക്സഡ് അസറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് നമുക്ക് 10 lakhs ഉണ്ടായിരുന്നു കരുതുക. ക്ലോസിംഗ് ഡേറ്റിൽ അതൊരു 7 lakhs ഉള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് 10 lakhs ഉണ്ട്, ക്ലോസിംഗ് ഡേറ്റിൽ 7 lakhs ഉള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 lakhs rupeesന്റെ അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? സെയിൽ ചെയ്തു, വിറ്റു എന്ന് അതിന്റെ അർത്ഥം. അസറ്റ് വിറ്റാൽ ക്യാഷ് വരും. അസറ്റാണ് അസറ്റ് കുറഞ്ഞു, ക്യാഷ് നമുക്ക് വന്നു. ഓക്കെ, അപ്പൊ ക്യാഷ് വരുമ്പം നമുക്ക് എന്തായി? അത് ഇൻഫ്ലോ ആയിട്ട് പരിഗണിക്കാം. അപ്പൊ ഡിക്രീസ് ഇൻ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എഴുതും. ഡിക്രീസ് ഇൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡിക്രീസ് ഇൻ അസറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതും? ഇവിടെ 3 lakhs rupees പോസിറ്റീവ് ഫിഗർ ആക്കും. ഇത് ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് നെഗറ്റീവ് ഫിഗർ ആക്കി, ഇത് ഇൻഫ്ലോ ആയതുകൊണ്ട് പോസിറ്റീവ് ഫിഗർ ആക്കി. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൽ ഒന്നുകിൽ ഇത് രണ്ടും കൂട്ടുക ചെയ്യേണ്ടത്. ഇതിപ്പോ മൈനസ് ആണ്, മൈനസും ഇത് പ്ലസും, അപ്പൊ മൈനസും പ്ലസും കൂടെ അപ്പൊ 0 ആയിപ്പോയി. അപ്പൊ ഇവിടെ നിൽ ബാലൻസ് വരിക. ഇതാണ് ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതുക എത്ര? നിൽ എഴുതും. ഇനി ഇത് 7 lakhs എന്നുള്ളത് ഇത്
6 lakhs ആയെങ്കിൽ നമ്മൾ എന്താക്കും 4 lakhs ഡിഫറൻസ് ഇവിടെ വരും. അപ്പൊ 4 lakhs ഇവിടെ എഴുതും. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്ര വരിക 1 lakhs rupees നമ്മൾ എന്താക്കി എഴുതണം ഇൻഫ്ലോ ആക്കി എഴുതണം. കാരണം 4 lakhs ഇൻഫ്ലോയും 3 lakhs ഔട്ട്ഫ്ലോയും ഉണ്ട്. നെറ്റ് എഫക്ട് എത്ര 1 lakhs rupees. ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് മാത്രം അസറ്റ് തന്നിട്ടുള്ളെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്ര എഴുതിയാൽ മതിയാവും. ഇനിയുണ്ടല്ലോ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് തരും. അഡ്ജസ്റ്റ്മെന്റ് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഉണ്ട്. ഇപ്പൊ ഇത് കൂടാതെ ഈ ബാലൻസ് ഷീറ്റിൽ തന്നത് കൂടാതെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചിലപ്പം അപൂർവമായിട്ട് ഇങ്ങനെ ഡിപ്രീസിയേഷൻ കേസ് പറയാം. ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞൊരു 55 ഉണ്ടെങ്കിൽ ഇങ്ങനെ തരാം. ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് അസറ്റ് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ സെയിൽ ഓഫ് അസറ്റ് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് പറയും. ഇവിടെ ഇങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ അസറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കും. ഓക്കെ, അപ്പൊ അസറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ വളരെ കുറച്ചാക്കിയിട്ടാണ്. ഇപ്പൊ ഇതിന്റെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ സിമ്പിൾ ഫോർമാറ്റ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുക. തൊട്ടടുത്ത് തന്നെ നമുക്ക് നാളെ തന്നെ എന്ത് ചെയ്യാം ഈ അസറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന ഒരു ക്ലാസ്, അതായത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ഉടൻ തന്നെ നാളത്തെ തന്നെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവരെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈ.